ഓർത്തഡോക്സ് സഭയിലെ പുതിയ മെത്രാൻ തെരഞ്ഞെടുപ്പിലെ സ്ക്രീനിംഗ് പൂർത്തിയായി. മെത്രാൻ തെരഞ്ഞെടുപ്പിലെ സ്ക്രീനിംഗ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ആ ഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ട ചില വൈദികരുടെ ശുശ്രൂഷ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. 1. ഡോക്ടർ ഗീവർഗീസ് റമ്പാൻ, കുരട്ടി അരമന മാനേജർ. 2. ബെസലേർ റമ്പാൻ, തുമ്പമൺ ഭദ്രാസനം, പ്രശസ്ത കൺവെൻഷൻ പ്രസംഗകൻ. 3. തോമസ് റമ്പാൻ, വർഷങ്ങളായി തിരുവനന്തപുരത്തെ കാരുണ്യ ഗൈഡൻസ് സെന്ററിൽ ശുശ്രൂഷകൻ. 4. ഫിലിപ്പോസ് റമ്പാൻ, അഹമ്മദാബാദ് ഭദ്രാസനം, ജ്യോതിഷ് ആശ്രമം സുപ്പീരിയർ. 2 പതിറ്റാണ്ടിലേറെയായി നോർത്ത് ഇന്ത്യയിലെ മിഷൻ ശുശ്രൂഷകൻ. 5. ഫാദർ ഡോക്ടർ ടെന്നി, നോർത്ത് അമേരിക്ക ഭദ്രാസനം, അമേരിക്കയിലെ സെമിനാരി അധ്യാപകനും ഗവേഷകനുമാണ്. ഇദ്ദേഹത്തെ ആദ്യം ഒഴിവാക്കി, പിന്നീട് ഉൾപ്പെടുത്തി, ഒടുവിൽ വീണ്ടും ഒഴിവാക്കുകയായിരുന്നു. 6. ഫാദർ ഡോക്ടർ റെജി അലക്സാണ്ടർ, പുത്തങ്കാവ് സ്വദേശി, കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം, എം.എഡ് കോളേജ് അധ്യാപകൻ. 7. ഫാദർ വർഗീസ് പി ഇടിച്ചാണ്ടി, M.A. M.Th, മാവേലിക്കര സ്വദേശി, ബംഗളൂരു ഭദ്രാസനം, കൺവെൻഷൻ പ്രസംഗകൻ. 8. ഫാദർ ഡോക്ടർ സിബി, മലബാർ അരമന മാനേജർ, പുത്തുപ്പാടി ആശ്രമാംഗം. ഇദ്ദേഹത്തെ ആദ്യം ഒഴിവാക്കി, പിന്നീട് ഉൾപ്പെടുത്തി, ഒടുവിൽ വീണ്ടും ഒഴിവാക്കുകയായിരുന്നു. 9. ഫാദർ യുഹാനോൻ ജോൺ എന്ന ഫാദർ ജോമോൻ ജോൺ, ഡബിൾ M.Th M.A, നാഗ്പൂർ സെമിനാരി അധ്യാപകൻ, പരുമല സെമിനാരി, ദേവലോക അരമന അസിസ്റ്റന്റ് മാനേജർ, മുൻ എക്യുമെനിഷ്യൽ സ്റ്റുഡൻസ് സെക്രട്ടറി. ക്യാൻസർ രോഗത്തെ അതിജീവിച്ച വ്യക്തിയാണ്, മൈലപ്ര ആശ്രമാംഗമാണ്. 10. ഫാദർ സുനിൽ, M.A B.Ed, അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമാംഗം, സ്കൂൾ പ്രിൻസിപ്പൽ, ധ്യാനഗുരു. 11. ഫാദർ അബിൻ, കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം, നിലവിൽ ഭദ്രാസന സെക്രട്ടറി, മുൻ നാഗ്പൂർ സെമിനാരി അധ്യാപകൻ. 12. ഫാദർ ജെസൻ, മൈലപ്ര ആശ്രമാംഗം, തുമ്പമൺ ഭദ്രാസനം, സ്കൂൾ മാനേജർ, മുൻ യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി. 13. ഫാദർ ഡോക്ടർ ബൈജു ഈപ്പൻ, ഓതറ ദയറ അംഗം, ചെങ്ങന്നൂർ ഭദ്രാസനം. 14. ഫാദർ നിതിൻ പ്രസാദ് കോഷി, M.A M.Th, UK ഡയോസിയിലെ ലണ്ടൻ ഇടവക വികാരി, ബെസേലിയസ് ദയറ അംഗം. 15. ഫാദർ ജോഷി, ബോംബെ ഭദ്രാസനം, നാഗ്പൂർ സെമിനാരി അധ്യാപകൻ. ഈ പട്ടിക ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ പട്ടികയിൽ സെമിനാരി അധ്യാപകരും ഗവേഷകരും ധ്യാന ഗുരുക്കന്മാരും കൺവെൻഷൻ പ്രസംഗകരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവന്മാരും മിഷൻ പ്രവർത്തകരും ഭദ്രാസന ഭരണരംഗത്ത് നേതൃത്വം വഹിക്കുന്നവരുമുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ സഭയിലെ അനേകം വിശ്വാസികളുടെ മനസ്സിൽ ചില ആത്മാർത്ഥമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്തായിരുന്നു? ആത്മീയ നേതൃത്വവും ശുശ്രൂഷ പാരമ്പര്യവും അനുഭവ സമ്പത്തും എത്രമാത്രം പരിഗണിക്കപ്പെട്ടു? സഭയുടെ ഭാവി നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ കൂടുതൽ സുതാര്യവും വിശ്വാസ്യതയുള്ളതുമാകാൻ എന്തെല്ലാം ചെയ്യണം? വിശുദ്ധ വചനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ മുഖഭാവം നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. എന്റെ സഹോദരന്മാരെ, നമ്മുടെ മഹത്വമുള്ള കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പക്ഷപാതത്തോട് കൂടിയതായിരിക്കണം. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സഭയെ സ്നേഹിക്കുന്ന ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥന ഒന്ന് മാത്രമാണ്: ദൈവഹിതം മനുഷ്യഹിതത്തെ അതിജീവിക്കട്ടെ. സഭയുടെ ഭാവി നേതൃത്വം പ്രാർത്ഥനയുടെയും സത്യത്തിന്റെയും ആത്മീയ വിവേചനത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടട്ടെ. സഭയുടെ എല്ലാ തീരുമാനങ്ങളും വിശ്വാസികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കട്ടെ. മെത്രാൻ തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാന നിയമനം മാത്രമല്ല, സഭയുടെ ഭാവിയെയും വിശ്വാസികളുടെ ആത്മവിശ്വാസത്തെയും വരും തലമുറയുടെ വിശ്വാസ ജീവിതത്തെയും സ്പർശിക്കുന്ന അതീവ ഗൗരവമുള്ള ആത്മീയ ഉത്തരവാദിത്തമാണ്. ഇന്ന് അനേകം വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉയരുന്ന വേദനയും ചോദ്യങ്ങളും അവഗണിക്കാൻ പാടില്ല. സഭയുടെ തീരുമാനങ്ങളെക്കുറിച്ച് ആശയക്കുഴപ്പമോ അവിശ്വാസമോ വളരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം വ്യക്തികളിൽ മാത്രം ഒതുങ്ങുകയില്ല. അത് കുടുംബങ്ങളെയും യുവതലമുറയെയും സഭയുടെ പൊതുസാക്ഷ്യത്തെയും ബാധിക്കും. സഭയുടെ നന്മയേക്കാൾ മറ്റേതെങ്കിലും പരിഗണനകൾ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന തോന്നൽ പോലും വിശ്വാസികളുടെ ആത്മവിശ്വാസത്തെ മുറിവേൽപ്പിക്കും.
അത്തരമൊരു ധാരണ രൂപപ്പെടുന്നത് സഭയ്ക്കും നേതൃത്വത്തിനും ഒരിക്കലും ഗുണകരമല്ല. യുവതലമുറ സഭയിൽ നിന്ന് അകലാനും വിശ്വാസികൾ നിരാശരാകാനും പൊതുസമൂഹത്തിൽ സഭയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാനും ഇടയാക്കുന്ന സാഹചര്യം ആരും ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ നേതൃത്വം തെറ്റില്ലാത്ത നേതൃത്വമല്ല, ആവശ്യമെങ്കിൽ ആത്മപരിശോധന നടത്തുകയും തിരുത്തേണ്ടത് തിരുത്താനുള്ള വിനയവും ധൈര്യവും കാണിക്കുകയും ചെയ്യുന്ന നേതൃത്വമാണ് സഭയെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയുടെ വിനീതമായ അപേക്ഷ. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എവിടെയെങ്കിലും പുനഃപരിശോധന ആവശ്യമാണ് എന്ന് നേതൃത്വത്തിന് തോന്നുന്നുവെങ്കിൽ ദയവായി അത് ചെയ്യാൻ മടിക്കരുത്. അത്തരം ഒരു തീരുമാനം നേതൃത്വത്തിന്റെ മഹത്വം കുറയ്ക്കുകയല്ല, മറിച്ച് സത്യത്തോടും നീതിയോടും ദൈവഹിതത്തോടുമുള്ള പ്രതിബദ്ധതയെ കൂടുതൽ മഹത്വപ്പെടുത്തും. സഭയുടെ മഹത്വം വ്യക്തികളിലല്ല, സത്യത്തിലും നീതിയിലും വിശ്വാസത്തിലും ക്രിസ്തു സാക്ഷ്യത്തിലുമാണ് നിലനിൽക്കുന്നത്. ഇന്നത്തെ ഓരോ തീരുമാനവും നാളെയുടെ തലമുറകൾ സഭയെ എങ്ങനെ കാണുമെന്നതിനെ സ്വാധീനിക്കും. അതിന് ദൈവഹിതം മാത്രം നിറവേറട്ടെ. സഭയുടെ വിശ്വാസ്യതയും ഐക്യവും ആത്മീയ സാക്ഷ്യവും തലമുറകളോളം നിലനിൽക്കട്ടെ.